നായരെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന കന്നാസ ക്ലാസ് എന്ത് സാറേ ഇവിടെ ഉണ്ട് സാറേ, ഇവിടെ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഒരു മണ്ടനോ പൊട്ടണമെന്നല്ല, അവന്റെ ഒരു സത്യം പറച്ചില്. പുള്ളി ഒരു പൊട്ടണമെന്നല്ല, പുള്ളി വളരെ ദിലീപിനും പോലെ വളരെ കുശാഗ്രബുദ്ധിയുള്ള ആളാണ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? ഇല്ല. ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒഴിച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന 2 മിങ്കും മിങ്കും. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? എനിക്ക് കാര്യം പറയാനുള്ള, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഒരു 30,000 രൂപ തരികയാണെങ്കിൽ അഭിനയിക്കാൻ പറ്റും. വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട് കഴിവാണ്, നിങ്ങൾക്ക് അതുണ്ട്, കഴിവുണ്ട്. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. എനിക്ക് ഒരുപാട് മൂവി ഓഫർ ആയിരുന്നു, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. ഒരു ചായ വാങ്ങി മോന്തി വൈകുന്നേരം വരെ കടക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ, ഒരു പണിക്കും പോവില്ല. കഴിഞ്ഞിടക്ക് അനുസരി എന്നെ ഫോട്ടോ ചോദിച്ചപ്പോ കളിയാക്കി വിട്ടു. പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാനെന്ന് വിളിച്ചാണ്ടല്ലോ. അല്ല, എനിക്ക് ഫെയിം കിട്ടി, എനിക്ക് ഇവർക്ക് ആശയിട്ടെങ്കിൽ എനിക്ക് ഫെയിം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞിടക്കാൻ കൊള്ളാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ ഉള്ളത് പറഞ്ഞു, പുള്ളി അങ്ങനെ നിങ്ങൾ വേഗം ഒരു പൊട്ടണോ വട്ടണോ അങ്ങനെ ഒന്നല്ല. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിടെ തനി കൊണ്ടു കരഞ്ഞുട കേട്ടോ.